ഇനി നമ്മള് ഇവിടെ നിന്ന് കാണിക്കുകയാണെങ്കിൽ ഉം. ഇത് ഫുള്ള് നാരങ്ങയുടെ ഒരു ലോകം. നാരങ്ങന്റെ ഒരു ലോകമാണ് ഈ കാണുന്നത്. വ്യത്യസ്തങ്ങളായ ഒരുപാട് ഐറ്റം നാരങ്ങ, ബബ്ലൂസ്, ഒരുപാട് നാരങ്ങ, വ്യത്യസ്തമായിട്ടുള്ള നാരങ്ങന്റെ പ്ലാന്റുകളായി കാണുന്നത്. ഓറഞ്ച് ഉണ്ട്. ഞങ്ങളിതിൽ ഓറഞ്ച് ഉണ്ട്, ബുഷ് ഓറഞ്ച്, നിറയെ കായ്ച്ചു നിൽക്കുന്ന ബുഷ് ഓറഞ്ചുകളുണ്ട്. ചെറിയ ചെറിയ മരത്തിൽ നമുക്ക് അലങ്കാരമായിട്ട് വെക്കാൻ പറ്റുന്ന ഒരുപാട് വെറൈറ്റി നാരങ്ങളുണ്ട്. നമ്മൾ കാണാനുള്ള ചെറിയ ചെറിയ മരത്തിന് തന്നെ ഇഷ്ടംപോലെ കായകള്. അതുപോലെ ഓറഞ്ച് കാണുന്നത്, ബബ്ലൂസ് നാരങ്ങ, സീഡ്ലെസ് നാരങ്ങ, പിന്നെന്താ പറയാ, അങ്ങനെ കുരുല്ലാത്തത്, ഒരുപാട് ഐറ്റംസ്, പല പേര്, വെറൈറ്റി ഐറ്റംസ്, ഒരുപാട് നാരങ്ങന്റെ ഒരുപാട് വൻ ശേഖരം തന്നെ ഇവിടെ ഇപ്പൊ കാണുന്നുണ്ട്. നമ്മള് കായകൾ ഇങ്ങനെ പുളിയായിരിക്കട്ടെ ഇതൊക്കെ എങ്കിലും. പുളിയാവുമ്പോ നമുക്ക് വെള്ളമായിട്ട് ഉപയോഗിക്കാമല്ലോ, വെള്ളം ജ്യൂസ് അടിച്ച് കുടിക്കാനൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ് ഇപ്പൊ ഇത്. ഈ മുസമ്പിയൊക്കെ നമ്മൾ എത്രയും കുറച്ച് വലിപ്പമുള്ളതാ, നല്ലൊരു വലിപ്പമുള്ള പ്ലാന്റ് ആണ്. 350 രൂപ, 300-350 രൂപ റേഞ്ചിലാണ് ഇപ്പോൾ ഇവിടെ ഇവരോട് വിൽക്കുന്നത്. ഇതൊക്കെ ഏകദേശം ആ റേറ്റിൽ വരുന്നതാണ്. 300 രൂപ 350 രൂപ വില വരുന്ന മുസമ്പിന്റെ പ്ലാന്റുകളെ ഇപ്പം നമ്മൾ കാണുന്നത്. ഈ കാണുന്നതൊക്കെ ഇതൊക്കെ എത്ര വില പറഞ്ഞത്? ഇത് സാധാരണ നമ്മൾ ഇത് വില പറയാറില്ല, എന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ ഇതിന്റെ റീറ്റെയിൽ പ്രൈസ് ആണ്. ഇത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു റേറ്റാണ് നമ്മളിത് ഹോൾസെയിലിന് നമ്മൾ കൊടുക്കുന്നത്. ഇത് നഴ്സറിക്കാരൊക്കെ വന്ന് വാങ്ങുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വിലക്കാണ് നമ്മൾ. അത്രയും വില കുറവാണെന്ന് അതിനർത്ഥം. അതെ അല്ലേ? ഇപ്പൊ 150 രൂപക്കാണ് റീറ്റെയിൽ കൊടുക്കുന്നത്. ഈ വലിയ വലിയ തൈകൾ കൊടുക്കുന്നപ്പോ അങ്ങനെ. അപ്പൊ ഇത് നമ്മൾ കുറച്ച് മൊത്തത്തിൽ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം നല്ല വില കുറഞ്ഞ് കൊടുക്കുമെന്നാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ റേറ്റ് കറക്റ്റ് ആയിട്ട് പറയുന്നില്ല. എന്തായാലും ഈ കാണുന്ന സാധനം 150 രൂപ ആകുമ്പോൾ അപ്പൊ ഹോൾസെയിൽ റേറ്റിന് വാങ്ങുമ്പോൾ എന്തായാലും ഇതിനേക്കാളും കുറവല്ലേ? ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഇപ്പൊ ആ റേറ്റ് ആണ് 150. ഏകദേശം ഒരു 150 താഴേക്കൊക്കെ കിട്ടാൻ സാധ്യത ഉണ്ട് ഈ സാധനങ്ങളൊക്കെ. ഇതൊക്കെ ഈ റേറ്റിൽ പെട്ടാണ്. നല്ല വില കുറവ് തന്നെയാണ് ഇവിടെ. അത് മുസമ്പി കാണിക്കുന്നത് നിങ്ങള്. ഇത് മുസമ്പിയാണിത്. സംശയം വേണ്ട. മുസമ്പി കായ്ച്ചതാണ് അല്ലേ? അപ്പൊ നമുക്ക് ഇതാ ശരിക്കും ഇത് കാണാൻ പറ്റുന്ന, റിയൽ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് മുസമ്പി, കായ്ച്ചു നിൽക്കുന്ന മുസമ്പി. 200 രൂപയാണ് ഇതിന്റെ വില. ഇങ്ങനെയും കായ്ച്ചു നിൽക്കുന്ന ഈ മുസമ്പിന്റെ ഈ പ്ലാന്റ് 200 രൂപ. എവിടെ കിട്ടും ഇങ്ങനെ? എവിടെയും കിട്ടൂല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വില നല്ലോണം കുറവാണെന്നുള്ളത്. 200 രൂപക്ക് ഇതിപ്പോൾ നമ്മൾ റീറ്റെയിൽ കൊടുക്കുന്ന റേറ്റ് അല്ലേ പറഞ്ഞത്? ഈ റീറ്റെയിലാണ് 200 രൂപ കേട്ടത്. അവിടെ ഹോൾസെയിലിന് വേറെ വില തന്നെയാണ്. 200 രൂപക്ക് കായ്ച്ചു നിൽക്കുന്ന നല്ലൊരു പ്ലാന്റ്. 160-150 രൂപ തൊട്ട് കായ്ച്ചു നിൽക്കുന്ന പ്ലാന്റുകളാണ് ഇപ്പോൾ കാണുന്നത്. ഇതൊക്കെ നല്ല വില കുറവ് തന്നെയാണ്, ഒരു സംശയവുമില്ല, നല്ല വില കുറവ് തന്നെയാണ്. നമ്മളെ വീഡിയോ കണ്ടിട്ട് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ തന്നെ നമ്മൾ വാപ്പോക്കൻ്റെ നമ്പർ കൊടുക്കും, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. തീർച്ചയായിട്ടും വിളിച്ചിട്ട് ഇഷ്ടപ്പെടുന്ന പ്ലാന്റുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് കൊണ്ടുപോകാം. നല്ല റേറ്റ് കുറവ് തന്നെയാണ്, ഒരു സംശയം വേണ്ട. നല്ല റേറ്റ് കുറവ് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. ഹോൾസെയിലും ഉണ്ട്, റീറ്റെയിലും ഇവിടെ വിൽക്കുന്നുണ്ട്. ഞാവൽ, വെള്ള ഞാവല്, ഞാവല്, നീണ്ട നാവല്, അങ്ങനെ തുടങ്ങിയിട്ട് ഇതൊക്കെ അതേപോലെ ഫ്ലവർ ചെയ്തതാട്ടോ. ഇതൊക്കെ പൂവുണ്ടല്ലേ നിങ്ങള് ഈ ടൈമിലൊക്കെ പൂവ്. ഇതൊന്നും നമ്മൾ ഒരിക്കലും വിചാരിക്കാത്തൊരു റേറ്റിന് ഞങ്ങൾ കൊടുക്കുന്നത്. നല്ല വില കുറവാണ് കൊടുക്കുന്നത് അല്ലേ? ഒരുപാട് ഐറ്റംസ് ഞാവലുകളാണ് ഇപ്പൊ കാണുന്നത്. നിറയെ പൂവിട്ടിട്ടുള്ളത് ഇതൊക്കെ 150 രൂപ ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരുപാട് കൊല കുത്തി ഇതൊക്കെ ഫ്ലവർ ഇട്ട് നിൽക്കുന്നുണ്ടല്ലേ? ചെറിയ വിലക്കാണ് ഇതൊക്കെ കൊടുക്കുന്നത്. 150-180 രൂപ റേഞ്ചിലാണ് ഇതൊക്കെ വിൽക്കുന്നത്. ഹായ്, നമ്മളെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നമ്മൾ മലപ്പുറം ജില്ലയിലെ രണ്ടത്താണി എന്ന സ്ഥലത്ത് ഗ്രീൻ അഗ്രോ ഫാം എന്നുള്ള ഒരു ഫാമിലപ്പോൾ ഞാൻ എത്തിയിട്ടുള്ളത്. ഇത് മലപ്പുറം ജില്ലയിലാണ്. കോട്ടക്കലിന്റെയും തെക്കനത്താണിന്റെയും ഇടയിൽ രണ്ടത്താണി ഹൈവേ വന്ന ഏകദേശം ഒരു 900 മീറ്റർ പുറം ഇവിടേക്ക് ഒരു പേരുണ്ട്, കോഹിനൂർ ചിനക്കൽ. കോഹിനൂർ ചിനക്കൽ എന്നാണ് ഇവിടേക്ക് പറയാ. നമ്മളെ മെയിൻ റോഡിൽ നിന്ന് 1 കിലോമീറ്റർ ഇല്ല. അതെ, ഹൈവേയിൽ നിന്ന് 1 കിലോമീറ്റർ ഇല്ല. ഹൈവേയിൽ നിന്ന് 1 കിലോമീറ്റർ ഇല്ല. ഈ രണ്ടത്താണി എന്ന സ്ഥലത്ത് ഇവിടെ ഇതിന്റെ തൊട്ടടുത്ത ഒരു മൃഗാശുപത്രി ഉണ്ട്, പിന്നെ എന്താ പറയാ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റൽ ഉണ്ട്. ഇതിനൊക്കെ അടുത്തായിട്ട് രണ്ടത്താണി. ഇവിടെ മെയിൻ ആയിട്ട് എങ്ങനെയാണ് ഹോൾസെയിലും റീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് സാധനങ്ങൾ? രണ്ടും ഉണ്ട്. പ്രത്യേകത അതാണ്. ഇതൊക്കെ
വെച്ചാൽ ഈ ഇതിന്റെയൊക്കെ വില കേട്ടാല് ജനങ്ങളെ എന്താ ഇത് അടിപൊളിയായിണ്ടല്ലോ ഈ നെല്ലിമരൊക്കെ. ചെറിയ തൈകളൊക്കെ ചോദിച്ചാൽ കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ ഇത്രയും വലിയ തൈകള് ഇത്രയും ഇതൊക്കെ നമ്മള് വിൽക്കുന്ന തൈകൾ ഇതൊക്കെ നമുക്ക് ചെറിയ റേറ്റ് കൊടുക്കാൻ പറ്റുമോ? പിന്നെ ചെറിയ റേറ്റിലാണ് ഈ വലിയ നെല്ലിന്റെ മരങ്ങളൊക്കെ അവിടെ വെക്കണത്. ഇതൊക്കെ കാണാൻ എന്ത് ഭംഗിയുണ്ട്. ഇതൊക്കെ കായ്ക്കാൻ സമയം എടുക്കും ഈ നെല്ലി ആവാന്. ഒരു വർഷം കൊണ്ട് കായ്ക്കുന്ന നെല്ലിന്റെ മരങ്ങളൊക്കെ ആരൊക്കെ പറഞ്ഞു നല്ല കായ ആയിട്ടുണ്ട്, നമുക്ക് കേൾക്കാൻ ഭയങ്കര സന്തോഷമാണ്. കായ ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. കസ്റ്റമർ വിളിച്ച് പറഞ്ഞിട്ട് പോലും ഉണ്ട് ഇവിടെ കായ ആയിട്ടുള്ള, ഇവിടുന്ന് കൊണ്ടുപോയത് കായ അയക്കുന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. കാരണം അത്രയും നല്ല പ്ലാന്റുകളൊക്കെ ഉള്ളത്, ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളതൊക്കെ. നെല്ലി പൂത്തിനതാ, ഇതാ നെല്ലി പൂത്തണ്ടില്ലേ, നെല്ലി പൂത്ത് നിക്കുന്നതാ. അത് നെല്ലി പൂത്തതൊക്കെ പറയുന്നില്ല, കയറിങ്ങ് കാണാലോ നെല്ലി പൂത്തതാണ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് കായാവുന്ന ഒരു ഇതിലാണ് ഇപ്പൊ നിക്കുന്നത്. പൂത്തെടുക്കുന്നുണ്ടല്ലോ, അടിപൊളിയായിട്ടുണ്ട്. ഇത്രയും കണ്ടില്ലേ, പലതരം പേരുകളാണ്. വെരിഗേറ്റഡ് പേരല്ലത്, ഇത് വെരിഗേറ്റഡ്. ഇത് ഒരുപാട് ഐറ്റം പേരുകളുണ്ട് ഞങ്ങളിതിൽ. ജപ്പാൻ പേര, കിലോ പേര, വെരിഗേറ്റഡ് പേര, പിന്നെ എന്താ പറയാ പേരയുടെ ഒരു വൻ ശേഖരം തന്നെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഈ കാണുന്നതൊക്കെ പേരന്റെ പ്ലാന്റുകളാണ്. ഇതൊക്കെ കാഴ്ച നിൽക്കുന്ന പ്ലാന്റുകളാട്ടോ ഈ കാണുന്നൊക്കെ. ഇപ്പൊ മുന്നിൽ കണ്ടില്ലേ വലിയ വലിയ, പിന്നെ തൊട്ടടുത്ത് നോക്കൂ കായ കണ്ടല്ലോ, വലിയ കായ കണ്ടില്ലേ, അതാ ഇങ്ങനെ എല്ലാറ്റും ഒന്നൊന്നായില്ല. അങ്ങോട്ട് നോക്കി ഇതാണ്ടോ വെരിഗേറ്റഡ് പേരാണ്, വലിയ പേര. ഇതാ വെരിഗേറ്റഡ് പേര, അത് കിലോ പേരയാണ്. പിന്നെ ജപ്പാൻ പേരുണ്ട്, ഇതൊക്കെ ജപ്പാൻ പേരുണ്ട്. പിന്നെ റെഡ് എന്താ പറയാ കാഴ്ച നിൽക്കുന്ന പേരകൾ, VNR പേര. പിന്നെ ഇത് ചൈനീസ് പേര കേട്ടോ. ഈ ചൈനീസ് പേരിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് ചെറിയ ചെറിയ പേരകളാണ്. ഇതിന്റെ കളറും ഇതിപ്പോ കായുണ്ട്, ഇതൊക്കെ പൂവാണ് കണ്ടില്ലേ, നിറയെ പൂട്ടെ. ഇത് ചൈനീസ് പേരയാണ്. അത് എന്താ പറയാ സ്ട്രോബെറി പേര, സ്ട്രോബെറി പേര, അത് സ്ട്രോബെറി പേര. ഇത് സ്ട്രോബെറി പേരയാണ്. അതൊക്കെ പൂട്ടാട്ടോ, കായന്റെ പൂവുണ്ട്. പിന്നെ ഇനി ഒരു പ്രത്യേക ഇലന്നെ കണ്ടില്ലേ, അത് ഒരു പ്രത്യേക തരത്തിലുള്ള പേര ഇതില്ലേ. നമ്മള് നാടൻ നാട്ടിലൊക്കെ കാണുന്ന മറ്റു പേരയുള്ള നമ്മൾ വീട്ടിലൊക്കെ ആദ്യം ഒരു നാടൻ പേര പോലുള്ള അത് അങ്ങനത്തെ ഒരു ലീഫാണ് കാണുന്നത്. അതന്നെയാണത് ഇതിന്റെ പ്രത്യേകത. ഇതിമ ഉണ്ടാവുന്ന കായ ഇതേപോലത്തെ കളറാണ്, ഇതേപോലെ കളറായിരിക്കും, ഇതേപോലത്തെ വൈലറ്റ്. ഇത് ഭയങ്കര ഇത് കണ്ട് ഇത് ഒരു പൂട്ടാണ്. ഇതൊക്കെ പൂട്ട് നിൽക്കുന്നതും കായ ഉള്ളതാണ് മരങ്ങൾ കണ്ടില്ലേ. അതാ പൂ കണ്ടില്ലേ ഇതിന്റെ കായ. ഈ നിറത്തിലായിരിക്കും ഇതിന്റെ കായ വരിക അല്ലേ. അതെ. ഇപ്പൊ നമ്മൾ കാണുന്നത് ചാമ്പന്റെ ഒരു വൻ ശേഖരാണ് ഇപ്പൊ കാണുന്നല്ലേ. ഈ കാണുന്ന ഐറ്റംസ് ഒക്കെ ചാമ്പയാണ്. ഇതിലും കാണുന്നത് വെരിഗേറ്റഡ് കാണുന്നുണ്ടല്ലോ, എല്ലാം ഉണ്ടല്ലേ, പല സംഭവമാണ് ഇവിടെ, പല തരത്തിലുള്ള ചാമ്പ കൊലകൊലായിട്ട് കാഴ്ച. ഇതേപോലെ ചാമ്പ കണ്ടോ, കാഴ്ച നിൽക്കുന്ന ചാമ്പകളാണ് അത്. ഇവിടെ അതാണ് ഉമ്മർ ചാമ്പ, ലഹരി ചാമ്പ. ലഹരി ചാമ്പാണ്. ഇതിനൊക്കെ കുറച്ച് വില കൂടുതലാണ്. ഇത് അതുപോലെ എന്താ പറയാ ഉമ്മർ ചാമ്പ എന്ന് പറഞ്ഞ ചാമ്പയാണ്. ഈ കാണുന്ന ഉമ്മർ ചാമ്പയാണ്. ഇപ്പൊ ചാമ്പകള് ഒരുപാട് ഒരുപാട് ഒരുപാട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ആ കാണുന്നത് ഫുള്ള് ലാൻഡ്സ്കേപ്പിംഗ് ഉണ്ടാവും. ഈ കാണുന്നത് ഫുള്ള് അത് ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് വെറൈറ്റികളുണ്ട്. അവിടെ നമ്മളെ എന്താ പറയാ പിങ്കർ പാം, റെഡ് പാം, പിന്നെ അങ്ങനെ ചെറിയ എന്താ പറയാ ഒരുപാട് മുളകള്, അതായത് ബാമ്പുകൾ എന്നാ പറയാ. ഒരുപാട് ബാമ്പുകളുണ്ട്. അതുപോലെ ഒരുപാട് സൈക്കസ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളുണ്ട്. അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഇതൊക്കെ ലാൻഡ്സ്കേപ്പിന്റെ സാധനങ്ങൾ. ഇനി ഇവിടെ കുറെ ഇങ്ങോട്ട് പോന്നാൽ ഇവിടെ ബുദ്ധ ബാമ്പു എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ. എന്താ ഇതിന്റെ പേര്? ഇത് ബുദ്ധ ബാമ്പു. ഇതൊരു ഡിസൈൻ ഉണ്ടല്ലോ ഇതിലെ. ഇതൊക്കെ കാണുമ്പോ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ള പോലെ കാണുന്നുണ്ട്. രസമുണ്ട്, ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്.